എല്ലാവരും ഒരു പുഞ്ചിരിയോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. സൈഡിക്ക് മോൻ അടുത്ത ഫൈൻ കിട്ടാനല്ല, മുമ്പൻ ഒന്നും കൊടുക്ക്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് കൊടുത്തതിൻ്റെ അതാ എൻ്റെ കൂടെ ഇതാക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നിഷാദിൻ്റെ. അതൊന്നും എൻ്റെ വേണ്ട 1500 അല്ലേ, 1500 അല്ലേ ഒന്നുണ്ടാകുക, 500. പിന്നെ വേറെ ഒരാളുകൂടി ഉണ്ട്, ഫോട്ടോയിൽ കാണാത്ത ഒരാളുണ്ട്, 500. അങ്ങനെ 3 ആൾക്കൂടിയും 500 വെച്ച് കാണി. അൽഹംദുലില്ലാ. ദുബായ് പോലീസിന് വെച്ചാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള പോലീസാണ്. എല്ലാവരും കേൾവിയേ ഉള്ളൂ, പക്ഷെ അനുഭവിക്കാനായില്ല. അപ്പോൾ അതങ്ങനെ നൈസായിട്ട് ഇപ്പോൾ നല്ലൊരു അത് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ആ റോഡുമൊക്കെ ഒന്ന് പാസ് ചെയ്ത്. അപ്പോൾ ഭാഗ്യവശാൽ സീബ്ര ക്രോസിങ് അവിടെ ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. കുറച്ച് മുന്നേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ അതാണെങ്കിൽ നമ്മൾക്ക് കണ്ടോയില്ല. ചുരുക്കി പറഞ്ഞാലേ നാട്ടിലത്തെ ഏകദേശം 35,000 രൂപ, കൂടിയിട്ട് 35,000 രൂപ ദുബായ് ഗവൺമെന്റിനായിട്ട് കൊടുത്തപ്പോൾ ഒന്നും ചോദിച്ചില്ല. ഡയറക്റ്റ് പോലീസ് വന്നു, നല്ല റാഹത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചോദിച്ചു. റാഹത്ത് ഷെയറല്ലേ, ഗീവ് ID എന്ന് പറഞ്ഞു. അപ്പം ID എന്താ പ്രശ്നം ചോദിച്ചു. അപ്പം അങ്ങനെ ക്ലോസ് ചെയ്തല്ലേ, ഇതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല, ഫൈൻ അടിക്കണം എന്നാണ്. കുറെ ഞങ്ങള് സംസാരിച്ചു നോക്കി, വേണ്ട സാറേ ഞങ്ങളിങ്ങനെ അപ്പടി അതൊന്നും ഇവിടെ പറഞ്ഞൊരു കാര്യമല്ല, ഇവിടെ 500 രൂപ ഫൈൻ അടിക്കണം. എന്ത് ചെയ്യാനാ? ഏതായാലും അൽഹംദുലില്ലാ അടി കഴിച്ചില്ലേ. നീ വെച്ച് ഓരോ കാല് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെയുള്ള 500 ഇങ്ങനെ ഇതാക്കണം. ഇപ്പോൾ ഇതാക്കുന്ന 3 സ്ഥലത്തൂടെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്തു, പക്ഷെ അതൊക്കെ നമ്മൾ കുറേ നടന്ന് പിന്നെ ഞാനിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ഏതായാലും അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച്, വളരെ നന്ദിയുണ്ട്. കേരള പോലീസൊക്കെ ഇത് കണ്ടുപഠിക്കണം. കാരണം ഇങ്ങനെ ജനങ്ങൾക്ക് നല്ല നല്ല ഉപഹാരങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ സേവിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു 500 രൂപ അല്ലെ 150 റുപ്യൻ്റെ പിരിവൊക്കെ ഇതൊക്കെ 10,000, 20,000, 30,000 അങ്ങനെയുള്ള കളികൾ മാത്രമേ. 12,000. ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും ദുബായിലുള്ളവരൊക്കെ ശ്രദ്ധിക്കാം, മാക്സിമം ഫൈനൊക്കെ കൊടുത്തിട്ടേ നാട്ടിൽ പോകും. കാരണം നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ദുബായിക്ക് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കും, സ്വാഭാവികമാണ്. നമ്മളെടുത്ത് നല്ലാതെ വേറെ ആരോടാണ് ഫണ്ട് കിട്ടുക? ഫണ്ടുള്ളവരാകുമ്പോൾ എന്ത് ചെയ്യും, ദുബായ് ഗവൺമെൻറ് കുറച്ച് ഫണ്ടൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ പിരിവിൻ്റെ നല്ല നിയത്തോട് കൂടി അങ്ങ് പോവാം, രക്ഷപ്പെടട്ടെ. കാരണം നമ്മുടെ അധ്വാനം കൊണ്ടാണ് ദുബായ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും. ഇപ്പം ജനങ്ങളെ വിചാരം ഇപ്പം ദുബായ് ഏറ്റവും സംഭവമാണെന്നുള്ള. ദുബായിൻ്റെ സംഭവമാകാൻ കാരണം മെയിൻ റീസൺ എന്താ? നമ്മൾ തന്നെ നമ്മളെ ആ ഒരു ഫൈന് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടാണ് ഇവിടെയുള്ള മെയിൻ വളർച്ചകൾ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതാക്കുന്ന മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെ വാങ്ങാം, അല്ലെങ്കിൽ ഇനി പറഞ്ഞേക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി. ചായ കുടിക്കുന്ന സമയം ഉണ്ടെങ്കിൽ 2 ദിറംസേ പോയി കാളി തിന്നൂടാ. വേറെ കാര്യം എന്ന് വെച്ചാൽ മറ്റേതില്ലേ എന്ത് സമാധാനം വെച്ചാൽ നമ്മൾ നേഴ്സിനിപ്പം വന്നു പോയി. ഇപ്പം വേറെയുള്ള ഭായിമാരെ ഒന്നും കണ്ടില്ലേ, ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നേരെ ഇപ്പം ഞങ്ങളെ പിടിച്ചിങ്ങനെ നേരെ മുന്നിൽ കൂടെ ഇതാക്കുന്നതിൽ 5 ഭായിമാരും കൊണ്ട് ക്രോസ് ചെയ്ത് താൽ മിന്ന എന്ന് പറഞ്ഞു ചങ്ങായി. അപ്പോൾ ഓലിൻ്റെ ചെയ്ത് മെല്ലെ 2 ആളൊക്കെ വന്ന് ബാക്കിയുള്ളവർ ഇങ്ങനെ പോവാ, അപ്പോഴേക്കും എന്ത് ചെയ്ത് ഓന് പിന്നെ ഒന്നുകൂടി പേടിച്ച് പോകാൻ നോക്കി. വേണ്ട ഇതാക്കുന്ന ഗണ്ണെടുത്തെങ്ങാണ്ട് ഷൂട്ട് ചെയ്യാൻ പോവാ. ഭാഗ്യം കൊണ്ട് കഴിച്ചു. ഞാൻ വിചാരിച്ചിട്ട് വെടിവെപ്പ് കഴിഞ്ഞെന്നുള്ള. ഇവിടെയുള്ള ഗവൺമെൻറ് എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആണ്. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫൈൻ കിട്ടിയാലും ഇതായാലൊന്നും നമുക്ക് ടെൻഷനില്ല, കാരണം നമ്മളെ തെറ്റുകൊണ്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ആവർത്തിക്കാതിരിക്കുക. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. നിയമങ്ങൾ അനുസരിക്കാന്നല്ലാണ്ട് വേറെ ഇങ്ങനെ ഫൈനുകളൊക്കെ തന്നു ഞാൻ സഹായിക്കട്ടെ, അല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല. അറ്റ്ലാസ്റ്റ് നമ്മളെ ഷൂവിന്റെ ഷോപ്പിൽ ഇതാക്കുന്ന എത്തിക്കൊണ്ടൊക്കെയാണ് ഇതാക്കുന്ന. അവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയ മൊത്തം ബ്രാൻഡഡ് ഐറ്റംസാണ്. ഇതെടുക്കോ, 1 2 ഒക്കെ എടുക്കോ? ഏതെടുക്കാം? ഏതാ എൻ്റെ മനസ്സിലുള്ള പ്ലാന്? പ്യൂമാണോ, അല്ലെങ്കിൽ അഡിഡാസ് ആണോ, അല്ലെങ്കിൽ നൈക്കാണോ? ഏതാണ്? നൈക്കിനായിട്ട് നല്ല ഒരു പ്യൂമല്ലേ. ഞാൻ ഏതായാലും ഇൻഷാല്ലാ ഒന്ന് എടുക്കണമെന്ന് പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം നമ്മളെ ഉപയോഗം. ഇതൊരു ചെയിനിൻ്റെ ഷോപ്പാണ്. ചൈനീസ് ഐറ്റംസ് മാത്രമേ ഇവിടെ ഉണ്ടാവും. നല്ല നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ട്. 159 ദിറംസൊക്കെ ഉള്ളു. സാധനമൊക്കെ നല്ല ലൈക്കുള്ളതാണ്. ഷൂകളുണ്ട്. ഷൂകൾ
ഇവര് ആകെ 2 വീക്ക് വാറണ്ടി അങ്ങനെ കൊടുക്കും. 2 വീക്ക് കൊണ്ടൊക്കെ എന്താണ് ഓൽക്കും അറിയാം നമുക്കും അറിയാം. നല്ല നല്ല സാധനങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വിശ്വസിച്ച് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല നല്ല ഷൂകളുണ്ട് കേട്ടോ. വൈറ്റൊക്കെ അത്യാവശ്യം നല്ല സാധനമാണ്. അല്ലേ, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് അവിടെ നോക്കിയാൽ ഷൂവിൻ്റെ ഓരോ കളക്ഷൻസ് കണ്ടോ. ഫുള്ള് ചൈനാസാണ്. ചൈന പവറുണ്ടോ, അടിപൊളി സാധനം ഉണ്ടോ. ഇതെന്താ പാമ്പിൻ്റെ തോലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഷൂ ആണെന്ന് തോന്നുന്നു. വർക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ ഇങ്ങനെ തോന്നുന്നുണ്ട്. അടിപൊളി വർക്ക്, എല്ലാ കളറും ഉണ്ട്. ഇത് ദീപാവലിൻ്റെ മുട്ടായിക്ക് കടയിൽ വന്നോണ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുള്ള് കളേഴ്സാണ്. കളർ നമ്മൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. സാധനം നല്ല ക്വാളിറ്റി അല്ല കേട്ടോ. 499 500 ദിർഹംസ് ഫുള്ളുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, ജെൻസും ഉണ്ട്, എല്ലാത്തുണ്ട്. ഇത് ഒക്കെ ടൈപ്പ് തന്നെയാണ്, ഓരോ ടൈപ്പുകളാണല്ലോ. ഏതാണ് ജെൻസ് ഏതാണ് ലേഡീസ് നമുക്ക് മനസ്സിലാവില്ല. നല്ലൊരു മോഡലായിക്കൊണ്ടേ ലേസിന് ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നുമല്ല. എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഫുള്ള് ദീപാവലി മിഠായി പോലെ ഇങ്ങനെ ഫുള്ള് എത്തിച്ചേക്ക്. കളർ മുക്കിങ് ആയിട്ടുള്ള സാധനം, ചൈനീസ് ഐറ്റംസ് ആണ് കേട്ടോ. ചെരുപ്പും പിടിയൊന്ന് മാറിയിട്ടിട്ട് ഇപ്പം മിഠായി കടയിലെത്തി. പഞ്ഞി മിഠായി ഇതാണ് പഞ്ഞി മിഠായി. പഞ്ഞിമുട്ടായി അല്ല, ഇതിന് വേറെ പേരുണ്ട്. എൻ്റെ പേരാണ് പഞ്ഞി മിഠായി. ചെറിയോനാ വാങ്ങി പോണം. ഇത് വേറെ മർഷാദ് അല്ല, ദിൽഷാദ് അല്ലേ, ഇർഷാദ്. കോലുമുട്ടായി 2 ടൈമിക്കോ. ഇത് വേണോ? 2 ഒത്ത കാങ്ങിയാലോ? ഓ ചില്ലായിക്കോ, 2 ഒത്ത കാങ്ങിയാലോ? വേണ്ട, വാ വാ. നമ്മളെല്ലായിടത്തും ഫ്രൂട്ട്സ് വെച്ചല്ലേ കാണാൻ. ഇവിടെ ഇതൊക്കെ മരങ്ങളും ഉണ്ടാവും, ഫ്രൂട്ട്സും ഉണ്ടാവും. എന്താ പപ്ലിമൂസ ഉണ്ടാവും. ഇത് പപ്ലിമൂസ് അല്ലേ? ആണോ? ആണോ? ആണ്. കിലോന് എത്ര വരുന്നത്? ഞാൻ നോക്കിക്കുന്നു. ഇതാണ് ദുബായിലത്തെ തക്കാളിന്റെ വലിപ്പം കണ്ടോ? ദുബായിലത്തെ തക്കാളി നമ്മളെ ഉർമാമയത്തിന്റെ വലിപ്പമുള്ള തക്കാളി. അവിടെ ഇതാക്കുന്ന വേറെ മുന്തിരിയൊക്കെ തൂക്കിട്ടില്ല. മുന്തിരിന്റെ വലിപ്പം നോക്കിയാ ഉർമാമ്പയോ ഇതിന്റെ വലിപ്പുണ്ട്. ഇതിന്റെ വലിപ്പം കാട്ടിയാ ഇതേ സെയിം വലിപ്പമുള്ള തക്കാളി. 500 ദിർഹംസ് നമ്മൾ കൊടുത്തത് കൊണ്ട് നമുക്ക് ഇതൊന്ന് കുത്തരിയാണ്. ഇതെന്താ സാധനം അറിയോ? ഇത് നമ്മളെ കാട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഒരു സാധനം, പൊട്ടിച്ചുള്ള തക്കാളി. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കളിക്കില്ല ചെറുപ്പത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടോന്നുള്ള അറിയില്ല, നമ്മളൊക്കെ കളിക്കണ്ടായും. ആ സാധനത്തിൽ എന്തായാലും ഇവിടെ 6 ദിർഹംസ്. ഇത് നല്ല സാധനം കേട്ടോ, നല്ല അടിപൊളി കൂണ ഉണ്ടോ, ക്യൂട്ടായിട്ടുള്ള കൂണ. ഇതാണ് ചുവന്ന മുളക്. ഇത് ഒറിജിനലാണോ അല്ലേ? ടെസ്റ്റ് ചെയ്തോ. ആ, കടിച്ചാൽ നല്ല രസമുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ കിളി പാറും. എന്തൊക്കെ ഐറ്റംസ് ടോയ്സാ. ഓ തന്നെ വാങ്ങിക്കാം. ഇങ്ങനത്തെ വാങ്ങാനേ മോൻക്ക്. ലോക പിഷ്കന ഇമന് ₹1 ചാടിക്കാനും കൂടി എടുക്കൂലേ. ഇപ്പൊ ഇതാക്കുന്ന പോലീസിന് ₹500 കൊടുത്തപ്പോ സമാധാനം. ഫൈന് ഒരു ₹500 ഇവിടുത്തെ UAE ഗവൺമെന്റിന് കൊടുത്തപ്പോ അവന് സമാധാനായി. അല്ലാണ്ട് ₹1 എടുക്കൂല. പക്ഷെ എന്താ ഫൈൻ കിട്ടിയപ്പോ എന്താ നല്ല റാഹത്തില് കുഴപ്പമില്ലടാ, പ്രശ്നമല്ല, UAE പോലീസിനല്ലേ. അങ്ങനെയാണ് ഇവന്റെ കഥ. രക്ഷപ്പെടണ്ടേ? ഏതായാലും രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, പിഷ്കന്മാരൊക്കെ കൊടുക്കും. അടുത്ത സെക്ഷനിലേക്ക് അന്തകമ്മി ഞാനും എത്തിക്ക്.
അത് വൃത്തിയുണ്ടല്ലേ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. സാധനം കണ്ടേ ക്ലോസ് ആക്കിയോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓ വൃത്തിയുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവിടെ ഒട്ടിക്കാനൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ. നമുക്ക് കമ്പനി തന്നെ നൽകുന്ന സാധനങ്ങളല്ലേ? കണ്ണാടിയടാ, കണ്ണാടി കണ്ണാടിയോ? കണ്ണാടിയടാ. റിച്ച് തോന്നുന്നില്ലേ? ഒരു പൈസക്കാരനെ തോന്നുന്നു. റിച്ച് നമുക്ക് ശരിയാവില്ല, കാരണം പൈസ അല്ല. പൈസ എല്ലാവരും അഭിപ്രായങ്ങൾ ഫോട്ടോ എടുത്താ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കിട്ടിയോ? ഇങ്ങനെ വന്നിട്ടേ ബേക്കിലൊന്നും കാണില്ല. അടുത്ത് ലാസ്റ്റ് നമ്മൾ നൈക്കിൻ്റെ ഷോറൂമിൽ തന്നെ എത്തിക്കിതാക്കുന്ന എല്ലാം നൈക്കിൻ്റെ ഒറിജിനൽ ഐറ്റംസ് മാത്രമുണ്ട്. സ്റ്റാർട്ടിങ് വരുന്നത് 199 ദിറംസാണ് വരുന്നത്. 675 ദിറംസിൻ്റെ സാധനമൊക്കെ 199, 499 സംതിങ് ഉണ്ടോ. നല്ല ഓഫറാണ്, 43% ഡിസ്കൗണ്ട്. ഇതൊക്കെ കണ്ടോ, സാധനം കിട്ടില്ല സാധനം. ഇല്ലെങ്കിലും ഒക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ സിഗ്നേച്ചറാണ്. നമ്മൾ ഒറിജിനൽ ആണ് എന്നുള്ളതിൻ്റെ സിഗ്നേച്ചറാണ്. ഇതാണ് ടിക്കൊക്കെ. എല്ലാത്തിനും ഈ ബ്രാൻഡ് ഉണ്ടാവും. ചിലതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും, അപ്പം അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഉണ്ടല്ലോ ബ്രാൻഡഡ് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. ഒറിജിനൽ സാധനമാണ് നൈക്കിൻ്റെ. ഉണ്ടോ, കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സൂര്യനുണ്ടോ? ഓ എന്ത് വലുപ്പമല്ലേ, മാഷാ അല്ലാഹ്. ശ്രദ്ധിക്കാം, ഞങ്ങളോട് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ, ശ്രദ്ധിക്കാം. ഓക്കെ, അനുഭവം ഗുരു എന്ന് പറയല്ലേ, അതന്നെ. ഒരു ഉറപ്പ് ചിലവാക്കാതെ ചെങ്ങായി ചെയ്യും. ഇവന് വരെ 500 രൂപയോടെ കൊടുക്കേണ്ടി വന്ന് ആണ്. അപ്പം 500 രൂപ പോയാലല്ല ടെൻഷൻ. അപ്പം ഈ ദുബായിൽ കളിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓളി സേഫ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. ഓക്കെ, ബൈ.